വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വെർഷൻ 6 ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഈ ഞാൻ കാണിച്ചത് ഇതാണ് ഗൈസ് നമ്മുടെ വെർഷൻ 6 ഫുൾ സേഫ് ആൻറ്റി ബാൻ സാധനമാണ് ഗൈസ്. പിന്നെ എന്താ ചെയ്യുക, ഇത് നമുക്ക് ക്രാഫ്റ്റ് ലാൻഡ് വർക്കാവും, എല്ലാ എന്താ ക്രാഫ്റ്റ് ലാൻഡ് ക്രാഷ് കോഡ് വർക്കാവും, പക്ഷേ ബാങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കസ്റ്റം വർക്കാവും ഗൈസ്. പിന്നെ സെറ്റപ്പ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പം യൂട്യൂബിൽ കയറുക, ഇതിന് മൊത്തം അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ലിങ്കിൻ്റെ അകത്ത് ചാനലിൻ്റെ ലിങ്ക് കാണും ഗൈസ്. അപ്പം നമ്മൾ ഈ ചാനലിൻ്റെ ലിങ്ക് കയറി ജോയിൻ ആവും ഗൈസ്. ചാനലിൽ കയറി ജോയിൻ ആവുക, അത് കഴിഞ്ഞ് ചാനലിൽ ജോയിൻ ആവുക. അപ്പം അതിൻ്റെ അകത്ത് മൂഡ് നടക്കും ഗൈസ്. ഇതേപോലെയൊക്കെ ചിലപ്പം ഫയർ എന്താണ് ഇതിൻ്റെ അകത്തായിരിക്കും ചിലപ്പോൾ ഞാൻ മോഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യുന്നത് മീഡിയ ഫയർ ലൈക്കിനാണ് ചിലപ്പം ഇത് വരുന്നത്. പിന്നെ മീഡിയ ഫയർ ലൈക്കിന് ചിലപ്പോൾ ഞാൻ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അതേപോലെ ഇട്ടേക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് ഞാൻ കേട്ടിട്ടേക്കുന്നത് ഫീച്ചർ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് വരിക ഗൈസ്. ഒന്ന് നിങ്ങൾ MG മാനേജർ യൂസ് ചെയ്യുക, സർച്ചർ യൂസ് ചെയ്യാം, എന്തിനാണെങ്കിൽ യൂസ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ DA സ്റ്റോറേജ് പോകുന്നു. DA സ്റ്റോറേജിൽ നമ്മുടെ ഈ ഫയൽ എടുക്കുന്നു. ഇതിൻ്റെ അകത്ത് അവിടെ ഇതല്ലേ, അതിൻ്റെ അകത്ത് ആ ഫയൽ ക്ലിക്ക് ഗൈസ്. നമ്മളിപ്പോൾ കുറേ നാളുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം പുതിയതായിട്ടൊന്നും നമുക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് ഈ ഫയലിൻ്റെ അകത്ത് ക്ലിക്ക് ഗൈസ്. എന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ നടത്തുന്നുണ്ട്. ആ ഇൻസ്റ്റാൾ ക്ലിക്ക് ആക്കിയിട്ട് ഇൻസ്റ്റാൾ ആക്കാം ഗൈസ്. ഇത് പ്ലെയിൻ വീഡിയോ ഞാൻ ഇപ്രാവശ്യം കാണിച്ചിരുന്നേക്കും. ഞാൻ കസ്റ്റം കാണിച്ചു ഞാൻ ഇത് എന്താ CS ക്ലാസ് കോഡ് ഞാൻ കാണിച്ചു ഗൈസ്. ലോഡാട്ടെ ഇതിനകത്ത് പാച്ച് ആവുന്നത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് കുറച്ചും കൂടെ വർക്കുണ്ട് ഗൈസ്. ഞാൻ ഇപ്പം നിങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കാണിക്കണം. കുറച്ച് വർക്ക് കൂടെ ഉണ്ട് ഇതിനകത്ത്, ഫുൾ വർക്കിംഗ് ആണ്. അപ്പം ചിലപ്പം നിങ്ങൾക്ക് ഗൂഗിൾ പ്രൊട്ടക്ട് ചെയ്യും. അത് അതിൻ്റെ അകത്ത് നേരെ നിങ്ങളാണെങ്കിൽ ഇൻസ്റ്റാൾ വിത്തോട് സ്കാനിങ് കൊടുക്കുക. അതിൻ്റെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കാനും പാസ്വേഡ് ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് അത് ഇതാക്കി കൊടുക്കുക, എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആപ്പ് ഇൻസ്റ്റാൾ ആവും ഗൈസ്. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതാണ് ഗൈസ്. ഫുൾ സേഫ് സാധനമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സാധനം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മോഡ് എന്താ നിങ്ങൾ എങ്ങനെ ഈ ഫ്രീ ഫയറിൻ്റെ ഹാക്ക് മേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നെയിം വെച്ചിട്ട് മേക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നിങ്ങൾക്ക് തരണമെങ്കിൽ ഈ വീഡിയോ താഴെ പോയി കമൻറ്റ് SRC എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യും. ഈ ഫയലിന് പാസ് ചെയ്യാൻ ഈ പ്രാവശ്യം കൊടുക്കുന്നുണ്ട്, പാസ് കൊടുക്കുന്നുണ്ട്. പാസ് ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യും. പാസ് കാണാൻ പറ്റും. ഇതാണ് ഗൈസ് ഇപ്പോൾ നമ്മുടെ മോഡ് ഡിസ്പ്ലേ. വെൽക്കം ടു ഷെക്സ് സോറോ ഫീമെയിൽ. ഇതാണ് ഇതൊന്ന് നമ്മുടെ വേനാണ് ഗൈസ്. അവിടെ അത് ക്ലോസ് ചെയ്ത് നമ്മൾ ഇതാക്കാം ഗൈസ്. ഞാൻ ഇസറക്സ് കൂബി തന്നെയാണ് നെയിം ചേഞ്ച് ആക്കിയെന്നുള്ളൂ. ഇസറക്സ് കൂബി തന്നെയാണ്. പിന്നെ നെയിം ചേഞ്ച് ആക്കി ചെറുതായിട്ട് പണിയൊക്കെ അങ്ങനെ നെയിം ചേഞ്ച് ആക്കിയത് അത്രേ ഉള്ളൂ ഗൈസ്. അതേ ഉള്ളൂ. ഒരു കുഴപ്പമായിട്ട് അങ്ങോട്ടുള്ളൂ. ചാനൽ നെയിം മൊത്തം ചേഞ്ച് ആക്കുകയും അറിയാം ഗൈസ്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഓണാക്കാം. ഇത് വേണം. എയിം ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ്. പിന്നെ ESP എനേബിൾ ESP ഫയർ ESP ബ്ലൂ ഇത്ര നോക്കിയാൽ ഗൈസ്. പിന്നെ ബ്ലൂറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ അല്ല അക്കൗണ്ട് സേഫ് ആവത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ സ്പീഡാക്ക് ഒരുമാതിരി ലാഗ് ഗൈസ്. സ്പീഡാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനലോട് കയറുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് എടുത്തുവല്ലോ. പിന്നെ റീസെറ്റ് ഗസ്റ്റ് ഉണ്ട് ഗൈസ്. കുറച്ച് റീസെറ്റ് ഗസ്റ്റ് ഉണ്ട്. നേരത്തെ എല്ലാ സമയത്തും റീസെറ്റ് ഗസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഗെയിം കൊടുത്ത് കയറാൻ പോകുന്നു. നമ്മുടെ ഈ പേരും കൊടുത്ത് കയറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്കറിയാം. ഇപ്പോൾ പുതിയ രീതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പുതിയ രീതിയിൽ എന്താണ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. 18 പോയും ബിലോ 18 പോയും നിങ്ങൾക്ക് ഇഷ്ടം കൊടുക്കാം. ഞാനിപ്പോൾ 18 പോയാണ്ട് 18 കൊടുക്കണം. ബിലോ 18 കൊടുക്കാം. 18 പോയി പിന്നെ ഇതിനകത്തൊന്നും വരത്തില്ല. ഇപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നത്. ഇതെന്താണ് ഞാൻ ക്ലാസ് കോഡ് തന്നെ കളിച്ചാൽ തരാം. ഞാൻ കുറച്ച് മണീൻ്റെ അകത്ത് നിന്ന് തന്നെ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് കസ്റ്റം കളിക്കാം. എന്തെങ്കിലും കളിക്കാം. ഞാൻ ക്ലാസ് കോഡ് തന്നെ വായിച്ചാൽ തരാം. ഒന്നുമില്ല, ക്ലാസ് കോഡ് സ്റ്റാർട്ടോട്ട് കയറാൻ പോകുന്നത് ക്ലാസ് കോഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് കാണുമ്പോൾ ഈ UID നേരത്തെ നിങ്ങൾ എടുത്ത് നോക്കാം. ചിലപ്പോൾ മാൻഡേറ്റ് ആണ്. ചിലപ്പോൾ അത് ഞാൻ നോക്കിയിരുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പം ഞാൻ ആണെങ്കിൽ ക്ലാസ് കോഡ് കളിച്ചോണ്ട് ഞാൻ കിട്ടി. കസ്റ്റം വലിയ സീനില്ല. കസ്റ്റം ക്ലാസ് ലാൻഡ് ഫുള്ള് സേഫാണ്. എത്ര സമയം ആറില്ല എല്ലാവരും കണ്ടെടുത്ത് ചെയ്യാൻ പോകുന്നു. കണ്ടെടുത്തതിൻ്റെ അതിന് ഇപ്പോൾ എയിം ഫയർ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ESP എനേബിൾ ESP ഫയർ ESP ബ്ലൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂറ്റിൽ നല്ല കാര്യം നോക്കിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ചെയ്താണോ ലാഗം ഉണ്ടോ ഇപ്പോൾ ലൈവ് വന്നാൽ PCൻ്റെ സാധനങ്ങൾ തെറ്റാക്കി ഹെഡ് തന്നെ സ്കോപ്പാണ് നോക്കി. കയറാൻ കുറച്ച് മാറുന്നു. നമ്മൾ മെട്ടടിച്ച് കയറാൻ പോകും. ഇനി അവിടെ എട്ടാൻ കൂടെ ഉള്ളത് നമുക്ക് അവനെ പോയി തീർക്കാം. ഇത് ഫോണിൽ ഇതിൻ്റെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ സാധനം ഓണാക്കി തന്നെ ഇനി പോയിട്ട് വേറെ ഓട്ടോ ഓണാക്കി കഴിഞ്ഞാൽ സീനില്ല. അത് ഇത് കളി വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാണ്. അതാണ് സീൻ. ഞാൻ ഇനി ഡബ്ല്യൂ എടുക്കുന്നത് CSS. അയ്യോ P20 വരാണ്. ഒരു നമ്മൾ പറയുന്നത് കൺട്രോൾസ് വഴി എല്ലാ സ്മീറ്റിലും ഇങ്ങോട്ട് വരും. കൺട്രോൾസ് ആണെങ്കിൽ എനിക്ക് സ്മീറ്റിലും വിളിക്കാവുന്നത് അതിൻ്റെ ആക്കുന്നില്ല.
ടീമായിട്ട് ഓട്ടോ ചെയ്യുന്നത് എന്തോടാ ആപ്പൊക്കെ ഓണാക്കി അടിച്ചിട്ടാ അടിച്ചിട്ട് കണ്ടില്ല സോണാനെ കണ്ടില്ല ചത്തു അത്രയുള്ള കേസ്. അപ്പം ഗെയിം പ്ലേ അപ്പം ഇനി അടുത്ത മോഡായിട്ട് വരുന്നത് ബൈ ബൈ ലോങ്ങാക്കുന്ന കേസ് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. അപ്പോഴത്തേക്കും ബൈ ബൈ എല്ലാവരും ലൈക്ക് തരിക. നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി തരിക.